Good morning, dear children. എല്ലാവരും Good morning, Miss. Good morning. Good morning, Miss. I am good. What about you? Good morning, Miss. Fine. I am fine. Okay, very good. How was your exam? Mommy. ഓ ഭയങ്കര എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നോ? വെരി ഗുഡ്. ആർക്കാണ് ഇല്ലാന്ന് പറഞ്ഞത്? ആണോ? ഷഹലാണോ? ഓക്കെ, നിങ്ങൾ എല്ലാവരും പ്രസന്റ് ചെയ്തേ. All of you write your chat box. അടിച്ചോ? ഓക്കെ, ഒരു പ്രാവശ്യം മതി കേട്ടോ. എല്ലാവരും ഞാൻ മ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ആരാണ് ടോയ്ലറ്റിൽ പോകാൻ നിൽക്കുന്നത്? ഓക്കെ, നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞു, ക്ഷീണമൊക്കെ മാറി, വീണ്ടും നമ്മൾ പഠിക്കാൻ വന്നു അല്ലേ? അപ്പൊ നിങ്ങള് വരച്ച ഫ്ലവറും ഹൗസും പിക്ചർ വരച്ചില്ലേ? നന്നായിട്ടുണ്ട്. നിങ്ങൾ തന്നെ വരച്ചാന്ന് മനസ്സിലായിട്ടുണ്ട് മിസ്സിന്. എല്ലാവർക്കും ഫുൾ മാർക്ക് ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചു ഒന്നും ഉണ്ടാവില്ല അത്. എല്ലാവരും നന്നായിട്ട് എഴുതി പഠിച്ചിട്ടുണ്ട്. നല്ല മിടുക്കരാണ് നിങ്ങള്. അപ്പൊ നമുക്ക് ഇനി അടുത്ത എക്സാം സ്കൂളില് വെച്ചായിരിക്കില്ല അല്ലെ? UKG ക്ലാസ്സുകാർക്കൊന്നും തുറക്കും തോന്നുന്നില്ല. നമ്മൾ കുഞ്ഞു മക്കളല്ലേ? അപ്പൊ വീട്ടിൽ തന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ് തന്നെ ആയിരിക്കും മിക്കവാറും. അപ്പോ നമുക്ക് എന്നാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം? All of you take your textbook and pencil. പിന്നെന്താണ്? ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്യണം. ക്ലാസ് വർക്ക്, ഹോംവർക്ക് ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. നല്ല കുട്ടികളാവണം. നമുക്ക് 40 മാർക്സിനുള്ളത് മാത്രമേ എഴുത്ത് പരീക്ഷ ഉണ്ടാവുള്ളൂ. ബാക്കി 10 മാർക്കിന് എന്താണ്? ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കും നമ്മള്. പിന്നെ ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ നോക്കും. ഹാൻഡ് റൈറ്റിംഗ് നോക്കും. അങ്ങനെയാണ് നമ്മൾ 10 മാർക്ക് വാങ്ങുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഏത് മിസ്സായാലും ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഇറങ്ങി പോയാല് നമ്മളത് നോട്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ പേരെഴുതി വെക്കും. അതുപോലെ ഇന്നലെ ക്ലാസ്സിൽ അറ്റൻഡൻസ് ഇല്ല, അതായത് ഇന്നലെ ക്ലാസ്സിൽ ലീവായ കുട്ടികള് ഇന്ന് ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പായിട്ട് ലീവ് ലെറ്റർ കൊടുത്തിട്ടുണ്ടാവണം. അമ്മയോട് പറയണത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയാനുള്ളത്. അപ്പോ നമുക്ക് ഫസ്റ്റ് ഒരു റൈംസ് പാടിയാലോ? ഒരു റൈം പാടിയാലോ? സന്തോഷായി. അൻവിത കുട്ടിക്ക് കൊടുക്കാം ഫസ്റ്റ്. ഒരു ഹിന്ദി റൈം ആയിരിക്കണേ. എനിക്ക് മച്ചിലിയുടെ പാട്ട് കേട്ടാ കൊള്ളാമെന്നുണ്ട്. മച്ചിലി ജൽക്കി റാണി ഹേ, മച്ചിലി ജൽക്കി റാണി ഹേ, ജീവൻ ഉസ്കാ പാനി ഹേ, നന്നായിട്ട് പാടും. അൻവിത വലിച്ചു നീട്ടി പാടുമ്പോ രസമില്ല. ആര് നന്നായിട്ട് പാടിത്തരൂത്? വൈക. ഓക്കെ. मछली जल की रानी है, जीवन उसका पानी है, हाथ लगाओ तो डर जाएगी, बाहर निकालो तो मर जाएगी, पानी में डालो तो तर जाएगी, पानी में डालो तो तर जाएगी. Very good. Give clap. Very good. Okay. Last class
പഠിച്ചതിന് ശേഷം നമ്മൾക്ക് ഇനി റൈംസ് പാടാം. ഓക്കെ ഓക്കെ ലുബാബ. പിന്നീട് then take your textbook. നമ്മൾ എവിടെ വരെ പഠിച്ചു? ഏത് ലെറ്റേഴ്സ് വരെ പഠിച്ചു? സ്വരാക്ഷരം പഠിച്ചു, അതിനുശേഷം വ്യഞ്ജനാക്ഷരം അല്ലേ? വ്യഞ്ജനാക്ഷരം ഏതുവരെയായി? ക മുതല് ച ത ട വരെ, ട ട ഡ ഠ ണ വരെ പഠിച്ചിട്ടുണ്ട് അല്ലെ? എല്ലാവരും നന്നായിട്ട് അക്ഷരങ്ങൾ എഴുതാൻ പഠിച്ചില്ലേ? പക്ഷെ ഒരു കാര്യം, എനിക്ക് അതിന് നല്ല വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു തരുന്ന ലിപി അനുസരിച്ചല്ല നിങ്ങൾ അക്ഷരങ്ങൾ എഴുതുന്നത്. നിങ്ങൾക്ക് തോന്നുന്ന പോലെ നിങ്ങൾ അക്ഷരങ്ങൾ എഴുതുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനിപ്പോ ഞാൻ ഒരു 1/2 മാർക്ക് കുറയ്ക്കും. ഞാനുണ്ടല്ലോ, ഞാൻ വീട്ടിൽ പോയിട്ട് കുറെ കാർഡ്ബോർഡൊക്കെ എടുത്തിട്ട് കണ്ടോ ഇങ്ങനെയൊക്കെ വരച്ചു വെക്കുന്നുണ്ട്. എന്തിനാ? നിങ്ങൾ ഇതുപോലെ എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വരച്ചിട്ട് കൊണ്ടുവരും അല്ലെ? നിങ്ങളെ പോലെ ക്രയോൺസും കുറെ സ്കെയിലും സ്കെച്ച് പേനയൊക്കെ എടുത്തിട്ട് ഞാൻ കളറൊക്കെ കൊടുത്തിട്ട് വരുമ്പോ ഇതുപോലെ എഴുതണമെന്ന് പറയുമ്പോ നിങ്ങൾക്ക് തോന്നുന്ന പോലെ അക്ഷരങ്ങൾ എഴുതണേ. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആദിഷേ, ആരാ പുറത്തു പോയത്? ആദിഷ്, ക്ലാസ്സിൽ അടങ്ങി ഇരുന്നില്ലേ കൊണ്ടോ? ഞാൻ അങ്ങോട്ട് വരും. ഇപ്പൊ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നതിനിടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എനിക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ പറ, പഠിപ്പിക്കാൻ പറ്റുമോ? അപ്പൊ എന്റെ ശ്രദ്ധയൊക്കെ മാറിപ്പോകും. അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ടൈമും തീരും. അപ്പൊ ശ്രദ്ധിച്ചിരിക്കാം. അപ്പോ മിസ് പറയുന്ന ലെറ്ററിന്റെ ലിപി എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾ എഴുതണം. ക എന്ന ലെറ്റർ ഒക്കെ എഴുതിയത് ഞാൻ കണ്ടു. എന്താ അത്? പുതിയ ലെറ്റർ പോലെയുണ്ട് എനിക്ക് തോന്നിയത് അത്. ആദിശ്രീ, പ്ലീസ് ഓൺ യുവർ വീഡിയോ. അപ്പോ ടാ ടാ ഡാ ടാ ണ വരെയാണ് പഠിച്ചതല്ല, താ താ ദാ താ ന വരെയാണ് എടുത്തല്ലേ? നാസെ നദി നട് നൽ വരെയാണ്. നെക്സ്റ്റ് ലെറ്റർ പ. all of you say pa. Pa se palang. Listen. Pa se palang. all of you say pa se palang. Pa se pankha. Pa se pankha. Pa se padang. Once more. Pa se palang. Pa se pankha. Pa se padang. Once more. Pa se padang palang. Pa se pankha. Pa se padang. Okay. പതങ്ക് എന്ന് പറഞ്ഞ എന്താണ്? പതങ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പതങ്ക്? എത്ര പേർക്ക് പതങ്ക് ഉണ്ടാക്കാൻ അറിയാം? പതങ്ക് എങ്ങനെയാ പതങ്ക് ഉണ്ടാക്കുന്ന അറിയോ? അറിയാല്ലേ? മിസ്സിന് അറിയില്ല. നിങ്ങൾക്ക് അറിയുന്നവരടുത്ത് വന്നിട്ട് ഞാൻ പഠിച്ചോളാം. അപ്പൊ ആ പതങ്കം കൊണ്ട് നല്ല രസമാണ് കളിക്കാൻ. പട്ടം നമ്മളിങ്ങനെ ഒരു നൂല് അതിന്റെ അറ്റത്ത് കെട്ടിയിട്ട് അതിങ്ങനെ പറത്തി കളിക്കാൻ നല്ല രസമാണ് അല്ലേ? നിങ്ങൾ എല്ലാവരും ഒരു പതങ്ക് ഉണ്ടാക്കി നോക്കണെന്ന്. ഓക്കെ. നെക്സ്റ്റ് പലങ്ക്. എന്താണ് പലങ്ക് എന്ന് പറഞ്ഞാല്? ബെഡ് ആണ് കേട്ടോ. ബെഡ്, അതാണ് പലങ്ക്. പങ്ക എന്ന് പറഞ്ഞാല് എന്താണ്? പങ്ക, ഫാൻ. കണ്ടിട്ടില്ലേ? എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലേ പങ്ക. ഇന്നൊന്ന് വായിക്കാൻ പഠിക്കാം. ലിസൺ. Ebin, Ivana, Biju, please on your video. Pa se palang. All of you say loudly. Orakka vaichu, orakke. Pa se palang. Pa se pankha. Pa se padang. Okay. ഇങ്ങനെയാ നമ്മൾ പാന്ന് എഴുതുവാ. പാ എങ്ങനെ എഴുതും? Listen here. ഫസ്റ്റ് നമ്മൾ യു പോലെ എഴുതുവാണ്. ഓൾ ഓഫ് യു ലിസൺ ഹിയർ. യു പോലെ എഴുതി, കണ്ടോ? യു പോലെ എഴുതി താഴോട്ട് വരച്ചു.
എങ്ങനെയാണ്? യു പോലെ എഴുതിയിട്ട് താഴോട്ട് വരച്ചു. ചിലവരെങ്ങനെ ചെയ്യുന്നേ? ഫസ്റ്റ് ഒരു 1 വരയ്ക്കും, എന്നിട്ട് ഇങ്ങോട്ട് വരയ്ക്കും. അതൊക്കെ ഭയങ്കര ഹാർഡാണ്. അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. വേർഡ്സ് എഴുതുമ്പോൾ ബുദ്ധിമുട്ടാവും. ഫസ്റ്റ് എങ്ങനെയാണ്? യു പോലെ എഴുതി അതിനുശേഷം താഴോട്ട് വരയ്ക്കുന്നു. നമ്മൾ എവിടെ നിർത്തുന്നില്ല. യു പോലെ എഴുതി അതേപോലെ താഴോട്ട് വരുവാണ്. പ പ കണ്ടോ? എന്നിട്ട് മുകളിൽ വരയ്ക്കുന്നു. ലാസ്റ്റ് മാത്രമേ നമ്മൾ മുകളിൽ വരയ്ക്കുന്നുള്ളൂ. വിച്ച് ഇസ് ദ ലെറ്റർ ദിസ്? പ. പ. പ से पलंग, पा से पंखा, पा से पतंग. All of you write your അക്ഷരദീപ്. അപ്പൊ നിങ്ങൾ അക്ഷരദീപിൽ എഴുതണം. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇപ്പൊ തന്നെ നിങ്ങൾ എഴുതി പഠിച്ചു. അപ്പൊ എന്താണ് നെക്സ്റ്റ് പീരീഡ്? നമുക്ക് UKGയുടെ ക്ലാസ് ഒരു പീരീഡ് കൂടി ഉണ്ട്. ആ പീരീഡ് ആകുമ്പോഴേക്കും നിങ്ങൾ പ എന്ന ലെറ്റർ എഴുതി കാണിക്കണം. ഓക്കെ. Priya and TP, please unmute. Mobile. 3. पासे पलंग, पासे पंगा, पासे पासे पतंग. पतंग. Very good. Aditya. पासे पलंग, पासे पंजा, पासे पंज, Very good. पतंग. Very good. Nuhasmin. Nuhasmin. पासे पलंग, पलंग, पासे Ka. पंगा, पासे पतंग. അപ്പോ മിസ് ഇപ്പൊ വായിപ്പിച്ചവരില്ലേ? റിയാൻ, ആദിയ, നുഹാസ്മിൻ. നിങ്ങൾ ഇപ്പൊ അക്ഷരദീപത്തിൽ എഴുതി തുടങ്ങണം. ബാക്കിയുള്ളവര് പാഠഭാഗത്ത് ശ്രദ്ധിക്കുക കേട്ടോ. ആദിഷ്. पासे पलंग, पलंग से पंगा, पासे പതങ്ക്. पदक, പതങ്ക് കൈറ്റാണ്. പതങ്ക്. ഏബൽസിന്റോ? മിടുക്കനായിട്ട് എഴുതിക്കോ ആദിഷേ. അക്ഷരദീപത്തിൽ എഴുതി തുടങ്ങിക്കോ. पासे पलंग, पासे पंदा, पासे पतंग. Very good. Abdul Basit. पासे पलंग, पासे पंगा, पासे पलंग. Okay, very good. Next is Sia Fatima. पासे पलंग, पासे पंगा, पासे पतंग. Very good. Ishani. पासे पतंग, पंगा, पासे पंगा, पासे पतंग. Elvin. Ishani. पासे पलंग, Okay, വായിച്ചോ. പാസെ പലങ്ക്, पासे पतंग, पक, पासे पतंग. Very good. വൈഗ.
पलंग पा से पंखा पा से पतंग Okay, very good. Fatima Meherin. पा से पलंग पा से पंखा पा से Patang. पतंग Okay. Viditra. Viditra. पा से पलंग पा से पंखा Pankha. पा से पतंग Patang. Okay, very good. Vidit, right now, Akshardeep, Ahalya. पा से पलंग पा से पंखा पा से पतंग पतंग Patang. Okay, very good. Anvita. पा से पलंग पा से पंखा पा से पतंग Very good. Ivan Joseph. Ivan Joseph. पलंग पलंग पा से पलंग पंखा पा से पतंग Patang. Very good, very good. Anvita. മിസ്റ്റർ ഞാൻ വായിച്ചു അയച്ചു. പിന്നെ ആ ഓർഡറിൽ അൻവിത വന്നോണ്ടാണ് കേട്ടോ. ലുബാബ. പാസേ പലങ്ക് പാസേ പങ്ക പാസേ പതങ്ക് ഓക്കെ, വെരി ഗുഡ്. അഭിനവ്. പാസേ അഭിനവ്. പങ്ക അഭിനവ്. വിളിക്കുന്നു. അഭിനവേ വിളിക്കുന്ന കേൾക്കുന്നുണ്ടോ? ഉണ്ടെന്ന് ഉണ്ട് എന്താ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എപ്പോഴാണ് എളുപ്പമാണ്. അമ്മയാണോ എഴുതിയത്? അമ്മയോട് ചോദിക്കുന്നേക്കുന്നു. അഭിനവ് വരച്ച പിക്ചർ ഉണ്ടായിരുന്നു. എന്നോട് അത് ചോദിക്കുന്നത് അല്ലെ? ഒന്ന് വായിച്ചോ. പാസേ പലങ്ക് പാസേ പങ്ക എഴുതുന്നുണ്ടോ? പാസേ പങ്ക അല്ല, പങ്ക അക്ഷർദീപില് എഴുതുന്നുണ്ടോ? അച്ഛനും മോനും കളിയല്ല അവിടെ. അക്ഷർദീപ് എടുത്തിട്ട് എഴുതട്ടോ. പിന്നെ വെരി ഗുഡ്. ഫാത്തിമ മെഹറിൻ. അച്ഛനെ ഗൾഫിലോട്ട് തിരിച്ചു പോകാനായില്ലേ മോനെ വിദ്യുത്തെ? വായിച്ചു വായിച്ചു വിദ്യുത് ചെയ്യട്ടോ. ഹോംവർക്ക് ചെയ്യാ, ഇപ്പൊ തന്നെ എഴുതുക. ഫാത്തിമ വായിച്ചു. ആദിശ്രീയൊക്കെ റേഞ്ച് പോയി കിടക്കുവാണ്. ആദിഷ് വായിച്ചല്ലേ? ആ, ആദിഷ് മോൻ ഇന്ന് വെരി ഗുഡാണ്.
ക്ലാസ്സിൽ നല്ല ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവന്റെ തല ഞാൻ ഇവിടെ കാണാറില്ല. അത് പുറത്തായിരിക്കും, ഡോറിന്റെ പുറത്ത് അവന്റെ തല കാണും എപ്പോഴും. ഇന്ന് പേടിച്ചു പോയോ ആദിശ്? ആ നിതാഷ, എന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വഴക്ക് പറയും. എടാ പടം വരച്ച നീ അല്ലടാ മോനൊക്കെ ടീച്ചർ ചോദിക്കുമ്പോ പിന്നെ പറയണ്ടേ. പങ്ക പാസ പതംഗ്. വെരി ഗുഡ്. അപ്പൊ നെക്സ്റ്റ് പീരീഡ് ആവുമ്പോഴേക്കും എല്ലാവരും അക്ഷരദീപത്തിൽ അത് കംപ്ലീറ്റ് ആവണം കേട്ടോ. ആദിശ്രീ ഇതിനെ ഞാൻ പിടിക്കാം. പാസ പതംഗ് പലങ്ക്. പാസ പങ്ക പാസ പതംഗ്. വെരി ഗുഡ്, വെരി ഗുഡ്. ആയിഷ മന, ഓ ആയിഷക്കുട്ടി ഫ്ലവർ ഒക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ടല്ലോ ഇന്ന്. പാസെ പലങ്ക് പാസെ പങ്ക പാസെ പതംഗ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഏഡൻ തോമസ്, പലങ്ക് പക്ക പങ്ക പങ്ക പതംഗ്. ഏഡൻ തോമസ് ഇത്രയും നേരം കൂട്ടുകാർ വായിക്കുന്ന ഇങ്ങനെയാണോ വായിച്ചു കേട്ടത്? എങ്ങനെയാ വായിക്കാൻ പറഞ്ഞത്? അതുപോലെ വായിച്ചു കേൾപ്പിക്കൂ. കുറച്ച് മടിയല്ലേ? ആ പാസേ പതംഗ് പാസെ പങ്ക പാസെ പലങ്ക് പതംഗ്. പതംഗ്. Okay, very good. Then right now, Sia Fatima. വായിച്ചതാണോ? സിയ വായിച്ചതാണോ? മുഹമ്മദ് ഷാസിൽ, ഇനി ആരാണ് ക്ലാസ്സിൽ വായിക്കാത്തവര്? പ്ലീസ് ഹാൻഡ്സ് അപ്പ്, പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. ക്ലാസ്സിലെ വായിക്കാത്തവർ ആരാണുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് കൈ ഉയർത്തി കാണിക്കാം. പാസെ പലങ്ക് പാസെ പങ്ക പാസെ പതംഗ്. വെരി ഗുഡ്. ഇവാന ബിജു, ഇവാന വീഡിയോ ഓൺ ചെയ്തിട്ടേ ഇല്ല. അതുപോലെ മെഹഫൂസ്, ആദിഷ് എഴുതി കഴിഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. മെഹഫൂസ് അലി വീഡിയോ ഓൺ ചെയ്തില്ലേ? ഇനി ആരാണ് നമ്മുടെ ക്ലാസ്സിൽ വായിക്കാത്തവര്? ആരുമില്ല അല്ലേ? ആദിഷ് പ്ലീസ്. അഹല്യ വായിച്ചോ? വായിച്ചല്ലേ? ആരും ഇല്ലല്ലോ. ആദിഷ് പ്ലീസ് അൺമ്യൂട്ട്. ആദിഷിനെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ അക്ഷരദീപത്തില് പറ്റുന്നില്ലേ? പറ്റും. ഇങ്ങോട്ട് നോക്ക്. അക്ഷരദീപത്തില് പാസ് എന്താണ് പിക്ചർ കൊടുത്തിരിക്കുന്നത്? പതക്ക്. കൈറ്റിന്റെ പിക്ചറാണോ? പതക്കല്ല പതങ്ക്. യെസ് ആണെങ്കിൽ തമ്പി ഉയർത്തി കാണിക്കാം. പലങ്ക്. വെരി ഗുഡ്. അപ്പൊ എല്ലാരും തന്നെ വായിച്ചു. നെക്സ്റ്റ് ഒരു ലെറ്റർ കൂടെ പഠിക്കാം നമുക്ക്. അപ്പൊ അടുത്ത പീരീഡ് ആകുമ്പോഴേക്കും നിങ്ങൾ പ എന്ന ലെറ്റർ മാത്രം അക്ഷരദീപത്തിൽ എഴുതി കാണിക്കാം. എഴുതിയിട്ടില്ലാത്തവരെ അടുത്ത ക്ലാസ്സിൽ കാണണ്ട എനിക്ക്. ആയിഷ എന്താണ്? മിസ്സേ ഞാനിപ്പോ ഉദ്ദുന്നുണ്ടേപ്പാ. എന്താണ് മോനെ? ഞാനിപ്പോ ഉദ്ദുന്നുണ്ട്. ക്ലിയർ ആയില്ലല്ലോ, ഉറക്കെ പറയാമോ? മിസ്സേ ഞാനുണ്ട്. വായിച്ചില്ലേ ആയിഷ? വായിച്ചല്ലോ. വായിച്ചു മിസ്സേ. പിന്നെ എന്താണ്? ഞാനിപ്പം പാ ഉദ്ദുന്നു.
ആ ഞാനിപ്പോ എഴുതി എന്നാണ് പറഞ്ഞത്. ഇപ്പൊ നമുക്കിനി 9 മിനിറ്റേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ലെറ്റർ പഠിക്കാം അല്ലേ? ഓക്കെ. മുഹമ്മദ് ഷാസിൽ എഴുതി. ഓക്കെ. All of you close your Akshardeep. All of you close your all books. Akshardeep, text book എല്ലാം അടച്ചു വെച്ചേ. നമുക്ക് വിദ്യത്തിനെ കൊണ്ടൊരു പാട്ട് പാടിക്കാം. നോക്കട്ടെ, പാടിക്കോ. പാട്ടോ അല്ലെങ്കിൽ കഥയോ, സോങ് ഓർ സ്റ്റോറി, എനിത്തിങ്. കേൾക്കാൻ പറ്റുന്നില്ല, ഉറക്കെ പാടൂ. അല്ലേ ഞാൻ ലുബാബേനെ വിളിക്കും. പാടുന്നുണ്ടോ ലുബാബ? ഓക്കെ. ഷെയിം വിദ്യ. मछली जल की आएगी, जीवन नुस्खा पालीगे, आप तनाव पर जाएंगे, पानी ततायो न तरचाई में, पानी ततायो न तरचाई में. Okay, very good. Give clap. हाथी राजा कहाँ चले, सुन मिलाकर कहाँ चले. ആര് പാടിത്തരും? നൂഹാസ്മി. വെരി ഗുഡ്. അൺമ്യൂട്ട് മോളെ. ഏബലും അതാണ് പാടുന്നേ. രണ്ടുപേരും ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. ഏബൽ. हाथी राजा कहाँ चले, झुंड हिलाकर कहाँ चले, मेरी घर भी आओ ना, हलवा पूरी खाओ ना, आओ बैठो कुर्सी पर, कुर्सी बोली जड़र पड़र, जड़र पड़र. ഒരു പുതിയ ഒരു റൈമുമായിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും. എല്ലാരും റെഡി ആയിട്ട് എബൽസിന്റെ പാടിക്കോ. മിസ് അത് അയച്ചു തരാം, നിങ്ങളൊന്ന് പാടി കേട്ടോ. सूंद खिलाकर कहाँ चले, मेरी घर भी आओ ना, हलवा पूरी खाओ ना, राजा बैठी कुर्सी पर, कुर्सी बोली चतर पतर, चतर पतर. വെരി ഗുഡ്, വെരി ഗുഡ്. ഷാസിൽ കൈ ഇത്രയും പൊങ്ങി, എന്നിട്ട് പൊങ്ങാട്ട് അങ്ങ് നോക്കി പിടിക്കുക. मछली जल की रानी है, जीवन उसका पानी है, हाथ लगाओ तो डूब जाएगी, बाहर निकालो तो मर जाएगी, पानी में डालो तो तैर जाएगी, पानी में डालो तो तैर जाएगी. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് 6 മിനിറ്റ് കൂടെ ഉണ്ട്. ആദിഷ്, എല്ലാവർക്കും അവസരമുണ്ട്. Raise your hand. Happy Raja Tahanjali, Sundila Kari Tahanjali, मेरी घर भी आओ ना, हलवा पूरी खाओ ना, राजा की कुर्सी पर, कुर्सी बोली चटर पटर, चटर पटर, चटर पटर. വെരി ഗുഡ്, വെരി ഗുഡ്. അഹല്യ, എനിക്കൊരു സ്റ്റോറി കേൾക്കണമെന്നുണ്ടായിരുന്നു. ആര് പറഞ്ഞുതരും? आजमंगल जो बता रहे, सुबह गई डॉक्टर के पास, डॉक्टर ने लगाई सुई, चूहे बोले उई उई उई, आज बुधवार है, चूहे का बुखार है, चूहे गई डॉक्टर के पास, डॉक्टर ने चूहे ने लगाई सुई, चूहे बोले उई उई उई. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, സി യു, ബൈ ബൈ. See you next period. Bye bye.
എല്ലാവരും പറഞ്ഞ ഹോംവർക്ക് നെക്സ്റ്റ് പീരീഡിനുള്ളിൽ സെൻഡ് ചെയ്യാ.